സോ ഹലോ ഗൈസ്, ഇന്ന് മൈൻക്രാഫ്റ്റ് ചെയ്യുന്നു ഗൈസ്. കുറച്ച് കളി വന്നിട്ട് 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. ഒരാൾക്കാരെ കാണുന്നില്ല ഗൈസ്, നമ്മളില്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ സ്വിമ്മിംഗ് പൂളിൽ പോകണുണ്ട് ഗൈസ്. നമ്മളെ കുതിര അപ്പോൾ കുതിര വലിയ മോളില്ല ഗൈസ്. നമ്മൾ നടന്നു തന്നെ വന്നിട്ടാ ഇവിടെ കണ്ട ഗൈസ്. നമ്മളവിടെ കുറേ സാധനമൊക്കെ പണിത് കണ്ട. അവിടെ ഒരു പ്രതിമ ഉണ്ട് ഗൈസ്, നമ്മുടെ SKD ആണ് ഗൈസ്. ഒരു വലിയ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഓ ഇത് എൻ്റെ ഗൈസ്, എൻ്റെ എങ്ങനെ വലിയത് നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഞാൻ വെറുതെ SK ഓൺലൈനില്ല ഗൈസ്, ഇല്ലെങ്കിൽ നമുക്ക് അവനെ വിളിക്കായിരുന്നു. ഗൈസ് കണ്ട, ഇവിടെ നിറച്ച് പൂക്കളാണ് കേട്ടാ. എന്തൊരു പൂക്കളാ ഗൈസ്, ഇവിടെ ഫുള്ള് പൂവും കാടും തന്നെ ഉള്ളു കേട്ടാ. ഞാൻ ഇവിടേക്ക് അധികം വരാറില്ല, കാരണം എന്താ SKയുടെ ബോർഡർ കഴിഞ്ഞിട്ടുള്ള SKയുടെ വില്ലേജ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇത് എൻ്റെ കുതിരല്ലേ? ഇത് നടന്ന് ഇവിടേക്ക് എത്തിയ നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? ഹലോ, അറിയോ ഓർമ്മ ഉണ്ടാ? അമ്മിണി അമ്മിണി ഇത് മറ്റേ മച്ചല്ലേ നമ്മളൊരു വീഡിയോ ഒന്നും ഉണ്ടായില്ലേ മച്ചനെ? ഹലോ കാട്ടാക്കട അറിയോ? കാട്ടാക്കട നീ എവിടെ ഉള്ളടാ? നീ കാട്ടാക്കട എവിടെ ഉള്ളത്? നീ കാട്ടാക്കട എവിടെ ഉള്ള? നമുക്ക് മോന്റെ ചോദിച്ചാൽ ഞാൻ ആരെന്ന്? നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാവുന്നതാണ്. കാട്ടാക്കട മില്ലിട്ടേക്കണ മോഹൻ അറിയാമോ? നിനക്ക് മില്ലിട്ടേക്കണ മോഹൻ അറിയാമോ? നമുക്ക് ഇനി അടുത്താരെ പിടിക്കും. ഹലോ അയ്യോ, തുപ്പി. ഹലോ, 500 കട്ടോ 200 കട്ടോ എത്ര വേണമെങ്കിലും എണ്ണ എടുക്കാം. ഒരു ചലഞ്ചാണ്, പക്ഷെ 30 സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ. ഒരെണ്ണം വെച്ച് എണ്ണ എടുക്കാൻ പറ്റുള്ളൂ. 2000 years later. എന്റെ പേര് സുരേഷ് ഗോപി. സ്ലോ മോഷനാണ്. മനുഷ്യനായി കഴിഞ്ഞ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ? ഇവിടേക്ക് കയറിയവരറിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. അറിയില്ല ഗൈസ്. പൊട്ടനില്ല അറിയാം. ഇവിടേക്ക് കയറി വരില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. എന്നാലും നമുക്ക് ഇവിടെ കയറി നോക്കാം. ഇവിടേക്ക് എന്തായാലും വരില്ല ഉറപ്പ് ഇല്ല. അവനെ കൊണ്ട് വരാൻ പറ്റില്ല. ഇവിടേക്കൊക്കെ വരൂടെ? വീടിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും വരില്ല. വാടാ തമ്പി, വാടാ. അവന് ഉള്ളി കയറാൻ പറ്റില്ല. പൊട്ടൻ വെച്ചോണ്ടാവുന്നോണ്ടാവും കയറാൻ പറ്റണില്ല. ഇനി ബുദ്ധി കയറാൻ പറ്റും കൈസ. അത്യാവശ്യം വലിയ വഴിയാണത്. ഇൻവെൻട്രി കയറി എന്താ കൈസ് ഇവിടെ സുഖമായി പോലെട്ടാ. അയ്യേ പൊട്ടക്കണ. ശുഭദിനം. അവനോടെ ഇറങ്ങിപ്പോണ്ട്. നമുക്ക് ഇനി എന്തായാലും അവനെ പോയി ഞോണ്ടേണ്ട ആവശ്യമില്ല. ഞാൻ വെറുതെ ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഞോണ്ടിയത്. നമുക്ക് ഇതുവഴി ഇറങ്ങാം. അയ്യോ ക്രീപ്പറാണ് അണ്ണൻ. വീട് നശിപ്പിച്ച് കുറിച്ചപ്പോ കൂട്ടിയുള്ളൂ. ടീമാലൊക്കെ സമ്മതിക്കില്ല കേട്ടോ കളിക്കാൻ. അവരൊക്കെ നമുക്കൊരു നിസ്സാരമായതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. ഇവരൊക്കെ നമുക്ക് നിസ്സാരം 3 പേര് എക്സ്ട്രാ.
നിസ്സാരം. ഒന്നുകൂടെ നിസ്സാരം. നമുക്ക് കുറച്ചും കൂടി ബോസ് ഫൈറ്റ്. അണ്ണനെ കൊന്നടാ. അണ്ണൻ ചത്ത് കിട്ടാ. നമ്മളെ തന്നെ കുറെ അടി കൊണ്ടില്ലേ ഗേസ്. സോംബിയുടെ അടിയിട്ട് പണ്ണാൻ കളി. ഇനിയിപ്പോൾ അവിടെ കാടില്ല. കുഴപ്പമില്ല ഗേസ്, നമുക്ക് ഒരെണ്ണത്തിന് ഉണ്ടാക്കാം. വില്ലേജർ എല്ലാവരും ഉറങ്ങി. ഡെയിലി വില്ലേജറിന് വീടില്ലേ? എനിക്കൊക്കെ ഒന്ന് പോയി കിടന്ന് ഉറങ്ങി കൂടാ. അതിന് നല്ല സാധനം തീർന്നാണ് അവനൊക്കെ. എൻ്റെ കൺമുമ്പിൽ തീർന്നാളാ. വില്ലേജ് എൻ്റെ വില്ലേജ് ഐ തിങ്ക് വില്ലേജർ കൂടുതലാണ്. ഞാൻ ആരോ കേട്ടാ ഇങ്ങനത്തെ എത്ര പേര്? രണ്ടുപേരുണ്ടായി. രണ്ടും സമതിയെ പറയാം. കണ്ടാ ബാക്കിൽ കാട്ടിലാരെങ്കിലും നമ്മുടെ സ്കെൽറ്റനാണ്. സ്കെൽറ്റനാ. ഓ ഇത് മറ്റോനല്ലേ നമ്മ രക്ഷിച്ചോ. ആ ഓർമ്മകൾ പോയി മറഞ്ഞു, എന്റെ കുട്ടന്റെ പാട്ടുകൾ നിന്നു. കൊല്ലടാവനെ കൊല്ല്. ഞാൻ പറഞ്ഞുണ്ടാവും കൊല്ലണണ്ട. കൊല്ലവനെ വെറുതെ കണ്ട. പിന്നെ അണ്ണനെ തൊട്ടാണ്. അയ്യോ അവനെ കൊല്ല്. അയ്യോ രണ്ടാളും വളങ്ങിട്ടടിക്കണ്ട. വളങ്ങിട്ട് ആക്രമിക്കുന്നത് തെറ്റാണ്. നിനക്കൊരു പേടിയില്ലടാ. പൈസ നോക്കി എന്ത് ധൈര്യവാനാണ്. അവൻ്റെ കണ്ണുനോക്കിയടാ. അവൻ്റെ കണ്ണുനോക്കിയ സോംബി പിന്നെ വന്നപ്പോൾ നീ കേട്ടോ, ഇതൊക്കെ നമുക്ക് നിസ്സാരമാണ്. കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാണ്. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. പടിയേറില്ലാത്തോണ്ട് നമ്മുടെ വീണ്ടുള്ളിൽ കയറില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളവിടെ സേഫ് ആയിരുന്നു. എല്ലാം പൂളിൻ്റെ അവിടെയൊക്കെയാണ് മാറിക്കടാ. ഹെൽത്ത് എന്താ